ishoot photography. In the online class in the webinar naka കാലാണല്ലോ. അപ്പോൾ ഈ സമയത്ത് ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് വളരെ ഈസി ആയിട്ട് ഓൺലൈൻ വീഡിയോ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു എൻക്വയറി വരുന്ന സംഭവമാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗിംഗ് ക്യാമറ. വില കുറഞ്ഞതാവണം, എന്നാൽ വ്ളോഗിംഗ് ക്യാമറ ആണ്, 4K വേണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ കൂടി ഒറ്റവാക്കിൽ ഒരു ഉത്തരമാണ് ഫുജിഫിലിമിൻ്റെ XA7 എന്ന് പറയുന്ന ക്യാമറ. നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് ദിവസമായി ഇതുപോലെ നമുക്കൊരു കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഓൾ ഇൻ വൺ ക്യാമറ എന്നുള്ള ഒരു ഇതിന് ഉത്തരം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് എനിക്ക് ഫുജിഫിലിമിൻ്റെ XA7 എന്ന് പറയുന്ന ഒരു ക്യാമറ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ കണ്ണുപെട്ടു. മാത്രമല്ല നല്ല ഗംഭീര ഓണം ഓഫറുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ക്യാമറയിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാൻ നോക്കാം. ഈ ക്യാമറ വരുന്നത് APS-C സൈസ് സെൻസറാണ്. APS-C സൈസ് സെൻസറിൽ 24 മെഗാ പിക്സലാണ് നമുക്ക് ഈ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുക. ഇതിൽ നമുക്ക് വീഡിയോ 4K വീഡിയോ 30 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാം, 24 ഫ്രെയിംസിലും ഷൂട്ട് ചെയ്യാം. ശരിക്കും 6K ആണ് ഇതിൽ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് 6Kയിൽ ഷൂട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് 4K ആണ് തരുന്നത്. അതായത് നമുക്ക് ക്രോപ്പൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള 4K നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ HD 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് സ്ലോ മോഷൻ 720 ആണെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ 4 ടൈംസ് വരെ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്ളോഗ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഫോക്കസാണ്. സാധാരണ ഫോക്കസ് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, വളരെ പെട്ടെന്ന് തന്നെ ഫോക്കസിൽ ഫേസും ഐയും ഡിറ്റക്ട് ചെയ്തിട്ട് ഫോക്കസ് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ക്യാമറയും കൂടിയാണ് ഫുജിഫിലിമിൻ്റെ XA7 എന്ന് പറയുന്ന ക്യാമറ. അപ്പോൾ നമുക്ക് ഓൺലൈൻ ഷൂട്ട് ചെയ്യാം, വ്ളോഗിന് പറ്റും, അതുപോലെ തന്നെ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. പിന്നെ ക്യാമറയുടെ ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഫുജിഫിലിം സാധാരണ ഇറക്കുന്ന രീതിയിൽ സൂപ്പറായിട്ടുള്ള ഒരു റെട്രോ ബോഡിയൊക്കെ ആയിട്ടാണ് വരുന്നത്. വാങ്ങുമ്പോൾ നമുക്ക് ഇതേ സിൽവർ കളറുള്ള ലെൻസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ കളർ എന്ന് പറഞ്ഞാൽ കേമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണിത്. ഈ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ഇതല്ലാതെ നമുക്കൊരു ഗ്രീന് വരുന്നുണ്ട്, അതുപോലെ ബ്ലാക്ക് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്. ഈ ക്യാമറ വ്ളോഗിങ്ങിന് നല്ലതാണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ സ്ക്രീന് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്ക്രീന് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വ്ളോഗൊക്കെ ചെയ്തിട്ട് നടക്കാൻ പറ്റും. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതുണ്ട്. അതുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു സ്റ്റെബിലൈസേഷൻ ഉള്ള രീതിയിൽ തന്നെയാണ് തോന്നുന്നത്. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇപ്പം ഞാനൊരു വ്ളോഗിങ് മോഡിലാണ്, അതായത് ഫുൾ HDയിൽ 30 ഫ്രെയിംസിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോർട്രേറ്റ് എൻഹാൻസ്മെൻറ്റ് ഞാനൊരു പകുതിക്ക് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കണ്ടാ, സ്കിൻ ടോണൊക്കെ നന്നായിട്ടൊന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, പകുതി ആക്കിയിട്ടുള്ളൂ. മാത്രമല്ല ഫിലിം സിമുലേഷൻ സ്റ്റാൻഡേർഡാണ് കൊടുത്തിട്ടുണ്ട്, വേറെ കൂടുതൽ നമ്മൾ വിവിഡൊന്നും കൊടുത്തിട്ടില്ല. ആ ഫേസിൻ്റെ മാത്രമേ കൊടുത്തുള്ളൂ, വ്ളോഗിങ്ങിൻ്റെ ഒരു ചെക്കിങ് ആയതുകൊണ്ട്. പിന്നെ മൈക്ക ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇൻബിൽട്ടായിട്ട് ക്യാമറയിലുള്ള മൈക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൈക്ക ഫുൾ വോളിയത്തിൽ ഇട്ടിട്ടില്ല, ഒരു 3/4 ഭാഗത്തിൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ ഇപ്പോൾ കയ്യിൽ ഗിംബലൊന്നും ഇല്ലാതെ കയ്യിൽ പ്ലെയിനായിട്ട് പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ഷെയ്ക്ക്, ഇപ്പം എൻ്റെ കൈ തന്നെ ശരിക്കും നന്നായിട്ട് പറയണ കൈയാണ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ഫീൽ ചെയ്യുന്ന ഷെയ്ക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത്രയും ഷെയ്ക്കിൽ ഇത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടെയാണ്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലമാണത് കംപ്ലീറ്റ്. അപ്പോൾ വ്ളോഗിങ് ചെക്കിങ്ങിൽ ഇനിയിപ്പോൾ അതുപോലെ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് ഫേസ് ഡിറ്റക്ഷനാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓഡിയോൻ്റെ 2 ഇൻപുട്ട് മുകളിലാണുള്ളത്, ഫ്രണ്ടിലാകുമ്പോൾ കുറച്ചും കൂടി സൗണ്ടിൽ കേൾക്കുമായിരിക്കും. പക്ഷേ ഇത് മുകളിലാണുള്ളത്. മുകളിലാകുമ്പോൾ എന്ത് സൗകര്യം, ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഒരേപോലെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ പറയുകയാണെങ്കിലും ഒരേപോലെ തന്നെ കേൾക്കാൻ പറ്റും, ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ഒരേപോലെ കേൾക്കാൻ പറ്റും. പക്ഷേ ഫ്രണ്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സൗണ്ട് ചിലപ്പോൾ ഇൻപുട്ട് എടുക്കാൻ സാധ്യത ഉണ്ടായേനെ. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടറിയാൻ പറ്റും എന്തുമാത്രം സ്റ്റെബിലൈസേഷനാണുള്ളത്. അതായത് ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇതില്ല, ഇലക്ട്രോണിക് ആയിട്ട് ആണ് സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് പ്രൈസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫോക്കസും അതുപോലെ ഈ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനും 4K ഒക്കെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അതുപോലെ ഇവിടെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്.
ഈ സ്ഥലം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ഈ സ്ഥലം ആക്ച്വലി ഈ താഴത്തുള്ള സ്ഥലം കംപ്ലീറ്റ് നമ്മുടെ ഇവിടെ ഒരു ആളുണ്ട്, ആനക്കാരെന്നെ വിളിക്കുക, കുഞ്ഞാമുറ്റാക്ക, മരിച്ചുപോയി, അയാളുടെ സ്ഥലമാണ്. ശരിക്കും അത് ആനക്കാരെന്ന് പറയുമ്പോൾ അയാൾ ആനനെയും കുതിരനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. ഭയങ്കര ഒരു പോക്കിരി, ഒരു കൊമ്പമീശൊക്കെ ആയിട്ടൊരു ആളായിരുന്നു. പോക്കിരി ഒന്നല്ല, ഒരു കൊമ്പമീശൊക്കെ ആയിട്ടൊരു ആളായിരുന്നു. ആനനെ അധികം ഈ ചങ്ങല, ഇപ്പോൾ ചങ്ങലൊക്കെ ഒരുപാടിട്ടല്ലേ കൊണ്ടുനടക്കുക. അങ്ങനെയും ആന ഇങ്ങനെ ഒരുമിച്ച് സംസാരിച്ച് നടന്നു പോകണ പോലെയാണ് പണ്ടൊക്കെ, ഇപ്പോൾ ആളില്ല, പണ്ടൊക്കെ നടന്നു പോയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഈ കുഞ്ഞാമുറ്റാക്ക. അയാളുടെ സ്ഥലമൊക്കെയാണ് സംഭവം കുറച്ച് താഴെയൊക്കെ കാണുന്നത്. അതുപോലെ ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ഉണ്ട്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബട്ടണുണ്ട്. ഓൺ ഓഫ് ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത്, പ്ലേ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്ലാഷുകളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിലുള്ള ഒരു ഫ്ലാഷ് നമുക്ക് ഇതുപോലെ നമുക്ക് പൊക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊരു ഫിക്സ് ചെയ്തല്ലാത്തതുകൊണ്ട്, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് ബൗൺസ് ചെയ്തിട്ടൊക്കെ എടുക്കണമെങ്കിൽ, നല്ല വൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് നിന്നാണെങ്കിൽ ബൗൺസ് ചെയ്തിട്ടൊക്കെ നമുക്കൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യാനും ഇതുപോലെയുള്ള ഫ്ലാഷുകൾ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ മോഡിൽ ഷൂട്ട് ചെയ്യാം. അതല്ലെങ്കിൽ അപ്പർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, അതുപോലെ പ്രോഗ്രാം മോഡ്, ഇതിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൽ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല പുതിയതായിട്ട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ SR+ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. ഈ SR+ മോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഓരോ സീനിലേക്കും നമ്മൾ ക്യാമറ കാണിക്കുമ്പോൾ ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്യും അതെന്താണെന്നുള്ളത്. ക്യാമറ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള സെറ്റിംഗ് ആണ് കൊടുക്കുക. നമ്മൾ ഓരോന്നിലേക്കും കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു പോർട്രേറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പോർട്രേറ്റ് എടുക്കാൻ വേണ്ടി തിരിച്ചു കഴിഞ്ഞാൽ അത് പോർട്രേറ്റിൻ്റെ സെറ്റിങ്സിലേക്ക് വരും. നമ്മളൊരു ഇലയോ പൂവോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. അങ്ങനെ ക്യാമറയിൽ നമുക്ക് നല്ല സെറ്റിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ തുടക്കക്കാരനൊക്കെ ആണെങ്കിൽ ഈ SR+ എന്നുള്ള ഈ മോഡിൽ തന്നെ നമുക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ അതിൽ സെറ്റ് ചെയ്ത് തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല പടങ്ങൾ തരും. ഇപ്പോൾ സാധാരണ നമ്മൾ മൊബൈൽ എടുക്കുന്ന പോലെയല്ല, മൊബൈലിനേക്കാളും 10 ഇരട്ടി വലിപ്പമുള്ള സെൻസറാണ് ഇതിനുള്ളത് എന്നുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ SR മോഡ് ഓട്ടോമാറ്റിക്കലി എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും നമുക്ക് കിട്ടുക. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് പിന്നെ അടുത്ത മോഡ് വരുന്നത് അഡ്വാൻസ്ഡ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് മോഡിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് കിട്ടും. അതായത് ലോ കീ, ഹൈ കീ, അതുപോലെ ഡൈനാമിക് ടോണ്, മിനിയേച്ചർ, അതുപോലെ ഫിഷ് ഐ എഫക്റ്റ്, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റർ. ഇത് ഓൾറെഡി ഫിലിം സിമുലേഷൻ ഉണ്ട്. ഫിലിം സിമുലേഷൻ നമുക്ക് നമ്മുടെ ക്വിക്ക് മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ ഈ മോഡിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക്, അപ്പോൾ ഇതിൽ ഓൾറെഡി ഫിലിം സിമുലേഷൻ ഉണ്ട്. ഫിലിം സിമുലേഷൻ നമുക്ക് എല്ലാ ഫുജി ഫിലിമിലുള്ള പോലെ തന്നെ ഫിലിം സിമുലേഷൻ നമുക്ക് സെർച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രോവിയ സ്റ്റാൻഡേർഡ്, പ്രോവിയ, നമുക്ക് വിവിഡ്, അങ്ങനെ നമുക്ക് ഒരുപാട് സെറ്റിങ്സിൽ നമുക്ക് എടുക്കാൻ പറ്റും. മോണോക്രോം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് എടുക്കണമെങ്കിൽ മോണോക്രോം ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ സിമുലേഷൻ മോഡുകൾ ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അതിന് പുറമെയാണ് അഡ്വാൻസ്ഡ് ഫിൽറ്റേഴ്സ് നമുക്ക് ടോയ് എഫക്റ്റും അതുപോലെ ഫിഷ് ഐ എഫക്റ്റും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോട്ടോഗ്രാഫിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. പിന്നെ നമുക്ക് SP മോഡ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സീൻ മോഡാണ്. സ്പെഷ്യൽ സീൻ മോഡിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ സീൻ മോഡിൽ നമുക്ക് സൺസെറ്റിൽ നമുക്ക് സെറ്റ് ചെയ്താൽ നല്ല സൺസെറ്റ് കിട്ടും. അതുപോലെ സ്നോ, ബീച്ച്, അണ്ടർ വാട്ടർ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്നത് ബീച്ചിൽ കാണോ അണ്ടർ വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട്, അണ്ടർ വാട്ടറിൽ ഇറക്കരുത്, കവറൊക്കെ ഇട്ടിട്ട് അണ്ടർ വാട്ടർ, അതല്ലെങ്കിൽ നമുക്കൊരു ഫിഷ് ടാങ്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഫ്ലവർ ഉണ്ടെങ്കിൽ അത്, ടെക്സ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്കൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് പ്രത്യേകത. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അതായത് നമുക്ക് ഒരു പ്രത്യേക ടെക്സ്റ്ററൊക്കെ വേറെ പിക്ചറിൽ വരുത്തണമെന്നെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഞാനിവിടെ മൾട്ടിപ്പിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഈ കൊറോണയുടെ പിക്ചർ എടുക്കാം. അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ ലൈറ്റ് കൂട്ടിയിട്ട് ഒരു പടം എടുക്കാം. ലൈറ്റ് കൂട്ടിയിട്ട് പടർക്കുമ്പോൾ ആ ലൈറ്റും കൊറോണ പിക്ചറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് SP മോഡ് ഉപയോഗിച്ചെടുക്കാൻ പറ്റിയ ഒരു മോഡാണ് ലൈറ്റ് ട്രയൽ എന്ന് പറഞ്ഞ ഇത്. അതായത് നമ്മൾ സാധാരണ ഒരു സ്ലോ ഷട്ടറിലൊക്കെ വണ്ടികളൊക്കെ പോണതൊക്കെ ശരിക്കും വരേണ്ടതൊക്കെ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുമല്ലോ, അതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ട്രയൽ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ടും ചെയ്യാൻ പറ്റും. സെറ്റിങ്സ് ഒന്നും അറിയില്ലെങ്കിലും നമുക്കത് ഇഷ്യൂ ഇല്ല. അങ്ങനെ നമുക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും ഈ SP മോഡ് ഉപയോഗിച്ചിട്ട്. കൂടുതൽ മോഡിൻ്റെ സംഭവങ്ങളൊക്കെ കൂടുതൽ സെറ്റിങ്സ് മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ നമുക്ക് പോർട്രേറ്റ് വളരെ രസമായിട്ട് എടുക്കാൻ പറ്റും. പോർട്രേറ്റിൽ തന്നെ പോർട്രേറ്റ് എൻഹാൻസർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ നമുക്കിവിടെ പ്രസ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്കുണ്ടല്ലോ ഈ പോർട്രേറ്റ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളെ എന്താ പറയുക, ബ്യൂട്ടി ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സെറ്റിങ്സ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ സാധനം
ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഗുണമാണ്. അതുപോലെ നമുക്ക് ലാൻഡ്സ്കേപ്പ് എടുക്കാം, സ്പോർട്സ് മോഡ്, നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ മോഡ്, അതുപോലെ പനോരമിക് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ മോഡ്, ഇങ്ങനെയുള്ള എല്ലാ മോഡുകളും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൈക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2.5 mm മൈക്ക് ഇൻപുട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് 2.5 mm അല്ല, സാധാരണ നമ്മൾ വാങ്ങുന്ന 3.5 mm മൈക്കാണെങ്കിലും പേടിക്കണ്ട. കാരണം ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ പാക്കറ്റിൽ നമുക്ക് കൺവേർട്ടറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് നമുക്ക് ഇതിന് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്ളോഗിങ് ക്യാമറ നമുക്ക് സാധാരണ യൂസിനുള്ള ക്യാമറ. പിന്നെ ഞാൻ വേറെ പറഞ്ഞ കാരണം ഓൺലൈനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സൂം പോലുള്ള ആപ്പിലൊക്കെ നമ്മൾ സാധാരണ ഓൺലൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഏത് ക്യാമറയാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷനാണ്. നമുക്ക് HDMI പിന്നെ കൺവേർട്ടർ USB എന്നൊക്കെ പറഞ്ഞിട്ട് തലവേദനയാണ്. ഈ ക്യാമറ ആണെങ്കിൽ പ്രത്യേകിച്ചും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആണെങ്കിൽ ഇതിലിപ്പോൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ FUJI ക്യാമറ ഓൾറെഡി വാങ്ങിയതുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ആ ഫേംവെയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ USB കണക്ഷൻ നിങ്ങൾക്ക് വെബ്കാം ആയിട്ട് യൂസ് ചെയ്യാനുള്ള സെറ്റിങ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മെനുവിൽ സെറ്റിങ്സിൽ പോയിട്ട് കണക്ഷൻ സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്യാം. കണക്ഷൻ സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സെറ്റിങ്സ്, അതുപോലെ PC ആട്ടോ, USB മോഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ USB മോഡ് നമുക്ക് ഒന്നൊക്കെ ഓഫ് ആക്കാം, അല്ലെങ്കിൽ കാർഡ് റീഡർ ആക്കാം, അതല്ലെങ്കിൽ USB വെബ്കാം ആക്കാം. ഈ USB വെബ്കാം എന്നുള്ളത് നിങ്ങളെ ക്യാമറയിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പുതിയ വെർഷൻ അപ്ഡേറ്റഡ് ആണ്. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്തിട്ട് കാർഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഭവം വരും. അപ്പോൾ USB വെബ്കാം ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. നമ്മുടെ USB നമ്മൾ ചാർജ് ചെയ്യാൻ കമ്പനി തരുന്ന USB കേബിൾ ഉണ്ടല്ലോ, USB-C കേബിൾ നമ്മൾ USB പോർട്ടിൽ കണക്ട് ചെയ്യുക. ക്യാമറയുടെ USB പോർട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം USB നമ്മുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ സാധാരണ നമ്മൾ ഓൺലൈനൊക്കെ യൂസ് ചെയ്യുന്ന സൂം ആണെങ്കിൽ സൂം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് വീഡിയോയിൽ നമുക്ക് ഫേസ് ടൈം HD ക്യാമറ കമ്പ്യൂട്ടറിലുള്ള ക്യാമറ എന്ന് പറയും. അതിൽ നമുക്ക് കണക്ട് ചെയ്ത ക്യാമറ FUJIFILM കിട്ടും. അപ്പോൾ ആ FUJIFILM ക്യാമറ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. FUJIFILM ക്യാമറ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ട് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ക്യാമറ ശരിക്കും നമുക്ക് സുഖമായിട്ട് നമുക്കൊരു വെബ്കാം ആക്കിയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ക്യാമറയിൽ നമ്മൾ എന്താ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്യാമറ ആയിട്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓൺലൈനിൽ നിങ്ങളിപ്പോൾ ഒരു കുക്കിംഗ് ഷോ ഒക്കെ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, നമുക്ക് അടിപൊളി ചായ ഉണ്ടാക്കാൻ എങ്ങനെ നമുക്ക് നോക്കാം. ചായ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 1 കപ്പ് പാല്, 1 കപ്പ് ചായപ്പൊടി, 1 കപ്പ് പിന്നെ പഞ്ചസാര, പിന്നെ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് പൗഡറും നമുക്ക് ഇടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് പൊന്നൂൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞാണ് കേട്ടോ. പഞ്ചസാര 1 കപ്പ്, പിന്നെ ചായപ്പൊടി 1 കപ്പ്, ചുടുവെള്ളം 1 കപ്പ് ഗ്ലാസ്. ആക്ച്വലി ഇങ്ങനെയാണ് പൊന്നു ചായ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ സംഭവങ്ങൾ ചെയ്യാൻ നമുക്ക് സെറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീന് നമുക്ക് അടിപൊളിയായിട്ട് നമുക്കൊരു വളരെ ഈസി ആയിട്ട് USB ക്യാമറ കണക്ട് ചെയ്യുക. നമ്മൾ ആപ്പ് എടുത്തിട്ട് നേരെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഒരു USB കണക്ട് ചെയ്ത ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ നമ്മൾ ക്യാമറ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ USB കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചാർജിങ് എക്സ്ട്രാ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാറ്ററി ഫുൾ ചാർജ് ആക്കിയിട്ട് വെക്കണം. ബാറ്ററി ഫുൾ ചാർജ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 1.5-2 മണിക്കൂറൊക്കെ സുഖമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ഫുൾ HD വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫുൾ ബാറ്ററി ആണെങ്കിൽ നമുക്കൊരു 450-440 ഫോട്ടോ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാറ്ററിയും അത്ര മോശമൊന്നുമല്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും നമ്മൾ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ചാർജിങ് ഉള്ള ഇഷ്യൂവും വരുന്നില്ല. പിന്നെ ബോഡി വരുന്നത് വെയിറ്റും കുറവാണ്. പ്ലാസ്റ്റിക് ബോഡിയാണ്, മെറ്റൽ ബോഡി ഒന്നല്ല, പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. പല കളറിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പ്രൈസിന് പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതല്ല, നമുക്ക് മെറ്റൽ ബോഡി തന്നെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് XT4 ഒക്കെ ഉണ്ട്. FUJIFILMൻ്റെ XT4 ഉണ്ട്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അലോയ് ബോഡിയാണ്, പക്കാ സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ച് വില കൂടുകയും ചെയ്യും. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ഇടാം.
അപ്പോൾ ഫുജിഫിലിമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓണം ഓഫറിൽ കമ്പനി പറയണത് നമുക്ക് സാധാരണ ശരിക്കും ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 59,999 രൂപയാണ്, 60,000 രൂപ. അപ്പോൾ ഓണം ഓഫറിൽ നമുക്കിത് 39,999 രൂപക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരുപാട് ആലോചിച്ച് നിൽക്കാതെ നിങ്ങളൊരു വ്ളോഗിങ് ഓൺലൈൻ അതേമാതിരി ഫോട്ടോഗ്രാഫി ക്യാമറ ആണ് നോക്കണമെങ്കിൽ 4K കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ ഒരു നല്ല ഓപ്ഷനാണ്. മിറർലെസ് ക്യാമറയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇഷ്ടമുള്ള കളറിൽ, പ്രത്യേകിച്ചും ആ ഗ്രീൻ കളറൊക്കെ നല്ല കളറാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ഈ രസകരമായിട്ടുള്ള കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബെസ്റ്റ് കളറാണ് ഗ്രീൻ കളർ. അതുപോലെ ഈ കളറൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ കളറായിരിക്കും ഇഷ്ടം. അതുപോലെ ഈ ക്യാമറ നിങ്ങൾക്ക് മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലെടുത്ത പിക്ചറും വീഡിയോയും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമോട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും, വീഡിയോ ഷൂട്ട് ചെയ്യാം, ഫോട്ടോ ഷൂട്ട് ചെയ്യാം. മൊബൈലിൽ നിന്നൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് സോഫ്റ്റ്വെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓണം ഓഫറിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഡീലേഴ്സിൻ്റെ 1-2 പേരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ക്യാമറ ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾ ബില്ല് സഹിതം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ കിട്ടും. കാരണം എറണാകുളത്ത് തന്നെ ഒബ്രോൺ മാളിൽ ഇതിൻ്റെ സർവീസ് സെൻറ്ററും കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫുജി കേരളത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് ഫുജി കേരളത്തിൽ വരുന്നത്, നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. ഓണം ഓഫർ കഴിയുന്നതും ഉപയോഗിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫുൾ ഫുജിക്ക് നിങ്ങൾക്ക് മെനുവിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, അതായത് നമുക്ക് ഒരു അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട മെനുവും സെറ്റപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഇടാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.